സൈമൺ പണിക്കർ വീട്ടിൽ വന്ന് അമ്മയെ അപമാനിച്ചത് ശ്രീറാമിനോട് ഗീതിക ഫോണിൽ വിളിച്ചു പറയുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഭദ്ര ശ്രീറാമിനോട് ചോദിക്കുന്നു. തനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും താൻ നിസ്സഹായനാണെന്നും അതുകൊണ്ട് മഹേന്ദ്രനോടുള്ള പിണക്കം മാറ്റി അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കണമെന്നും ശ്രീറാം ഭദ്രയോട് പറയുന്നു. വിഷമവൃത്തത്തിലാകുന്ന ഭദ്ര അപർണയെ ചോദ്യം ചെയ്യാനായി സൈമൺ പണിക്കർ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ശ്രീറാമിനോട് ഫോണിൽ വിളിച്ചു പറയുന്ന നിഖിലും അപർണയും സൈമണിനെ കാണാനായി ഓഫീസിലേക്ക് വരുന്നു. അവിടെ സേവ്യറെ കാണുന്നു. സേവ്യർ അപർണയുടെ കുട്ടിയെ എടുക്കാൻ ശ്രമിക്കുന്നു. അത് തടയുന്ന അപർണയെ ചോദ്യം ചെയ്യുന്ന സൈമൺ. ജൂഡിനെ കൊന്നതാരെന്ന ചോദ്യത്തിന് തനിക്ക് എല്ലാവരെയും സംശയമുണ്ടെന്ന് അപർണ പറയുന്നു. തന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് ട്രീസയും സേവ്യറുമാണെന്ന് അപർണ പറയുന്നു. അത് നിഷേധിക്കുന്ന സേവ്യർ. ഒടുവിൽ അരവിന്ദൻ ഇപ്പോൾ ഫോണിൽ വിളിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാനാവാതെ അപർണ. പിന്നീട് സൈമൺ അവരോട് പൊയ്ക്കൊള്ളാൻ പറയുന്നു. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ഈശ്വരൻ സാക്ഷിയായി ഇനി 16 എപ്പിസോഡുകൾ മാത്രം. ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. യുവർ ഓണർ, എന്റെ കക്ഷിയായ വിശാഖ് സുബ്രഹ്മണ്യം എന്തുകൊണ്ടും ജാമ്യം കിട്ടാൻ അർഹനാണ്. അഡ്വക്കേറ്റ് ട്രീസയും വിശാഖമായിട്ടുള്ള സൗഹൃദത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിക്ക് മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. വിശാഖിനെ വിസ്തരിക്കുന്നതിലൂടെ എനിക്ക് കോടതിക്ക് മുന്നിൽ അത് വ്യക്തമാക്കി തരാൻ സാധിക്കും. യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. വിശാഖ് സുബ്രഹ്മണ്യം, അതെ, നിങ്ങളും മരിച്ചുപോയ അഡ്വക്കേറ്റ് ട്രീസും തമ്മിൽ എന്തായിരുന്നു ബന്ധം? എന്റെ 2 കേസുകളിൽ ജാമ്യം വാങ്ങിച്ചെന്ന വക്കീല ട്രീസ. അത്രയ്ക്കൊരു ഫോർമലായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ? അല്ല, അവർക്ക് ഞാനൊരു അനിയനാ. ഞങ്ങളുടെ ബന്ധം അങ്ങനെയാ. എന്നെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കി എന്നെ മോട്ടിവേറ്റ് ചെയ്തു. എന്നെ മാത്രമല്ല, പലരെയും. ഷീസ് ഗ്രേറ്റ്. നിങ്ങൾ ഈ സിറ്റി വന്നാൽ ട്രീസയുടെ വീട്ടിലായിരുന്നു താമസിക്കാറുണ്ട്, അവരുടെ അനുവാദത്തോടെ. എനിക്കിഷ്ടമായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അവരുടെ ഇമേജിനെ പറ്റി അവരൊരിക്കലും ബോധേഡായിരുന്നില്ല. ജൂഡ് സേവ്യർ മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നിങ്ങളിപ്പോ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നേ. ജൂഡിനെ കൊല്ലാൻ ഉപയോഗിച്ച മെമന്റ് അടക്കമാണല്ലോ നിങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിങ്ങളെ സംശയിച്ചതിൽ തെറ്റു പറയാൻ പറ്റുമോ? അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമായി ഫ്രെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രീസയുടെ വീട്ടിൽ അതുകൊണ്ട് വെക്കാൻ ശ്രമിച്ചു. ഇത്ര ഓപ്പണായി അത് ട്രീസ മാമിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കൂടെ എന്നെയും ട്രീസയെ ഒരുമിച്ച് ട്രാപ്പ് ചെയ്യാനുള്ള ശ്രമമാണെന്ന്. ആരുടെ ശ്രമം? അഡ്വക്കേറ്റ് ട്രീസയോട് വ്യക്തിവൈരാഗ്യമുള്ള ചിലരാണ് ഇതിന് പിന്നിൽ. ഇപ്പോഴല്ലേ ഈ മൊമെന്റ് കിട്ടുന്നത്? അതിനൊക്കെ എത്രയോ മുമ്പ് എന്നെയും ട്രീസയെയും കണക്ട് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിന്റെ രേഖകൾ ഈ കോടതിയുടെ മുന്നിൽ തന്നെയുണ്ട്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാലേ കോടതിക്ക് അത് മനസ്സിലാകുകയുള്ളൂ. ഇപ്പൊ സസ്പെൻഷനിലായ ക്രൈംബ്രാഞ്ച് DYSP ശ്രീറാം ചന്ദ്രശേഖർ, അദ്ദേഹവും അഡ്വക്കേറ്റ് ട്രീസയും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിനിടയിൽ ഞാൻ പെട്ടുപോയതാ. എൻ്റെ പേരിലുള്ള കേസുകളും ഞാനും ട്രീസയും തമ്മിലുള്ള അടുപ്പമൊക്കെ വെച്ച് എന്നെ ഇതിൽ കുടുക്കിയതാ. യുവർ ഓണർ, തന്നെ അന്യായമായി കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് വിശാഖ് പറയുന്നത്. സ്വാഭാവികമായും വിശാഖിനെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത ഇപ്പോൾ ലോക്കപ്പ് മർദ്ദനത്തിന്റെ പേരിലും കസ്റ്റഡി മരണത്തിന്റെ പേരിലും സസ്പെൻഷനിലായ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനോട് ഇതേപ്പറ്റി ചോദിച്ചറിയാനുണ്ട്. പ്ലീസ് പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. ശ്രീറാം ചന്ദ്രശേഖർ, നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ട്രീസ സേവ്യറെ എത്ര കാലമായിട്ട് അറിയാം? കുറെ കാലമായിട്ട് അറിയാം. ക്ലിപ്തവും വ്യക്തമായ മറുപടി, അതാണ് കോടതിക്ക് വേണ്ടത്. 2008 ജനുവരി 24 അന്ന് മുതലറിയാം. ഞാനൊരു പോലീസുകാരനാണ്. ഇത്തിരി ഓർമ്മ കൂടുതൽ അധികം വേണ്ട ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ശ്രീറാം ചന്ദ്രശേഖർ കരിയറിൽ നേരിട്ട 2 തിരിച്ചടികൾ. ഈ 2 കേസുകളിലും ശ്രീറാമിനെതിരെ പ്രതിഭാഗത്തിനു വേണ്ടി വാദിച്ചത് അഡ്വക്കേറ്റ് ട്രീസ സേവ്യർ ആണ്. സ്വാഭാവികമായി നിങ്ങൾക്ക് ട്രീസയോട് പ്രൊഫഷണൽ ജലസിക്കപ്പുറം കടുത്ത വൈരാഗ്യം തോന്നിയിട്ടുണ്ട്. തോന്നിയില്ലേ? തോന്നിയിട്ടുണ്ട്. യുവർ ഓണർ, ഈ വൈരാഗ്യമാണ് കഴിഞ്ഞ 1 വർഷമായി നീണ്ടുനിന്ന ജൂഡ് സേവ്യർ കൊലപാതക കേസിൽ ട്രീസയെ ടോർച്ചർ ചെയ്യുന്നതിനും ഇപ്പോൾ അവരുടെ മരണം വരെ കൊണ്ടെത്തിച്ച
സംഭവ പരമ്പരകൾക്ക് കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് തന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിയോഗിയായ അഡ്വക്കേറ്റിനെ ഒരു കേസിൽ ഒത്തുകിട്ടിയപ്പോൾ അവരെ ട്രാപ്പ് ചെയ്തു. സർ, ഇതൊക്കെ അഡ്വക്കേറ്റിന്റെ ആരോപണങ്ങളാണ്. ജൂഡ് സേവ്യർ കേസിൽ എനിക്ക് എന്റേതായ നിരീക്ഷണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത്തരം യാതൊരു മുൻവിധികളും എന്റെ അന്വേഷണത്തെയോ ഞാൻ ഈ കേസിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികളെയോ സ്വാധീനിച്ചിട്ടില്ല. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പു തരാൻ കഴിയും. ട്രേസിയുടെ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? സർ, ഞാനത് ഈ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ട്രീസയുടെ മോട്ടീവ്, ഈ വിശാഖുമായുള്ള നിരന്തരമായ ഇല്ലീഗൽ കണക്ഷൻ, പിന്നെ ജൂഡിനെ കൊല്ലാൻ ഉപയോഗിച്ച തൊണ്ടി മുതൽ, അത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു. എൻ്റെ അറിവിൽ അഡ്വക്കേറ്റ് ട്രീസയെ പോലൊരാളെ കസ്റ്റഡിയിലെടുക്കാൻ ഇതൊക്കെ മതിയായ കാരണങ്ങളാണ്. യുവർ ഓണർ, ലോക്കപ്പ് മർദ്ദനത്തിന്റെ പേരിൽ, ട്രീസയുടെ അസ്വാഭാവികമായ മരണത്തിന്റെ പേരിൽ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് ഈ ശ്രീറാം ചന്ദ്രശേഖർ. ഇപ്പം ജൂഡ് കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി സൈമൺ പണിക്കരെയും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു. പെർമിഷൻ ഗ്രാൻറ്റഡ്. താങ്ക് യു, ഓണർ. സൈമൺ പണിക്കർ. ഈശ്വരൻ സാക്ഷിയെ ഈശ്വരൻ സാക്ഷി കോടതി മുമ്പാകെ സത്യം സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സൈമൺ പണിക്കർ, താങ്കളാണ് ജൂഡ് സേവ്യർ കേസ് ഇപ്പം അന്വേഷിക്കുന്നത്. അതെ. അതിനോടൊപ്പം ട്രീസ സേവ്യർ കേസിന്റെ അധിക ചുമതലയും ഏറ്റെടുത്തിരിക്കുകയാണ്. അതെ. ട്രീസയുടെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ കേസ് താങ്കൾ ചോദിച്ചു വാങ്ങിയതാണെന്ന് കേട്ടു. അതെ. അപ്പോൾ ട്രീസ കേസും ജൂഡ് സേവ്യർ കേസും വേർതിരിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്ന നിഗമനത്തിന്റെ പുറത്താണ് താങ്കളുടെ ഈ ആവശ്യം. അതെ. അതായത് ആദ്യത്തെ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താനോ കേസ് വഴിതിരിച്ചുവിടാനോ ഉള്ള ആരുടെയെങ്കിലും ബോധപൂർവമായ ശ്രമമാകാം രണ്ടാമത്തെ കൊലപാതകം. കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കൂടുതൽ വിശദവിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് എനിക്ക് പരിമിതികളുണ്ട്. എങ്കിലും ജൂഡ് സേവ്യർ കേസിന്റെ അന്വേഷണത്തിൽ ഉടനീളം അവിഹിതമായ ഇടപെടലുകളും കേസ് അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കേസ് ഡയറിയുടെ ആദ്യ വായനയിൽ തന്നെ എനിക്ക് കാര്യം വ്യക്തമായതുമാണ്, യുവർ ഓണർ. വിശാഖ് സുബ്രഹ്മണ്യത്തിന്റെയും ട്രേസിയുടെയും അറസ്റ്റ് എത്രത്തോളം ഈ കേസിന് ആവശ്യമായിരുന്നു എന്നാണ് താങ്കളുടെ അഭിപ്രായം? യുവർ ഓണർ, ഈ കേസിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രീസ സേവ്യർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളേ അല്ല. വിശാഖ് സുബ്രഹ്മണ്യത്തെ വേണമെങ്കിൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറ്റകൃത്യം നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് തൊണ്ടിമുതൽ കണ്ടെടുത്തത്. പിന്നെ ഈ തൊണ്ടിമുതലിന്റെ സാധ്യത സ്ഥിരീകരിക്കുന്ന ടെസ്റ്റുകൾ ഇനിയും പൂർത്തിയായിട്ടുമില്ല. ഈ അറസ്റ്റ് ദുരുദ്ദേശപരമല്ലെന്ന് വാദിച്ചാൽ പോലും പെട്ടെന്നുള്ളതും നിയമവിരുദ്ധമാണെന്നും പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട കോടതി, ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളിലൂടെ സംഭവത്തിന്റെ ഗൗരവം കോടതിയുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ജൂഡ് കേസിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ട്രീസയുടെ മരണം. ജൂഡ് കേസിലെ യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ട്രീസ കേസിൽ ചെന്നെത്തിയിരിക്കുന്നത്. എനി മോർ ക്വസ്റ്റ്യൻസ്? നോട്ട് നൗ. അഡ്വക്കേറ്റ് പുത്രൻ, താങ്കൾ ജൂഡ് സേവ്യർ കേസിൽ ഭദ്ര മഹേന്ദ്രന്റെ വക്കാലത്ത് വീഴാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്? യുവർ ഓണർ, ജൂഡ് സേവ്യർ കേസിലെ എന്റെ കക്ഷിയായ ഭദ്ര മഹേന്ദ്രനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും അവരുടെ പല നടപടികളുമായി യോജിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്നുമാണ് ഞാൻ പിന്മാറിയത്. പക്ഷെ ഇപ്പോൾ വിശാഖിന്റെ കേസ് വാദിക്കാൻ എത്തുന്നത് ഒരർത്ഥത്തിൽ വക്കീലിന്റെ കൂറുമാറ്റമായി വ്യാഖ്യാനിക്കപ്പെടാം. രണ്ടും 2 കേസല്ലേ യുവർ ഓണർ? നിയമപരമായി തെറ്റെന്താ? നിയമപരമായി തെറ്റില്ല. അപ്പോൾ ജൂഡ് സേവ്യർ കേസിൽ ഭദ്ര മഹേന്ദ്രനെ റെപ്രസെന്റ് ചെയ്യാൻ ആരുമില്ലല്ലോ. കോടതിക്ക് ലീഗൽ എയ്ഡ് കൊടുക്കേണ്ടി വരുമോ? Excuse me, Your Honor. I am Advocate Abhirami. ഞാനാണ് ഇനി മുതൽ ഭദ്ര മഹേന്ദ്രന് വേണ്ടി കേസ് വാദിക്കുന്നത്. എന്നെയാണ് അതിനെ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്.
അഡ്വക്കേറ്റ് അഭിരാമി എനിക്ക് വക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജൂഡ് സേവ്യർ കേസും ട്രീസ കേസും ഒന്നാണെന്ന് വാദിക്കുന്ന അഡ്വക്കേറ്റ് പുത്രൻ തന്നെ എതിർഭാഗം വാദിക്കാമെന്ന് പറയുന്നതിലെ തമാശ കോടതിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. പക്ഷേ നിയമപരമായി അഡ്വക്കേറ്റ് പുത്രന്റെ അവകാശത്തെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അഡ്വക്കേറ്റ് അഭിരാമി ഇന്ന് ഈ കോടതിയിൽ ഹാജരായതിന്റെ കാരണം കോടതിയെ ബോധ്യപ്പെടുത്തുക. യുവർ ഓണർ, അഡ്വക്കേറ്റ് പുത്രൻ പറഞ്ഞ വസ്തുത പൂർണ്ണമായും ശരിയാണ്. ട്രീസ കേസും ജൂഡ് കേസും രണ്ടും രണ്ടല്ല, ഒന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ കക്ഷിയായ ഭദ്ര മഹേന്ദ്രനെ ഒരു സാക്ഷി എന്ന നിലയിൽ ഈ കേസിന്റെ വാദത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ കോടതിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. കോടതിയുടെ നടപടികളിൽ അനാവശ്യമായ ഇടപെടലാണിത്. ഈ കേസിന്റെ വാദം നടക്കുന്നതിനിടയിൽ ഈ കേസിലെ ഒരു കക്ഷിയുമായി ബന്ധമില്ലാത്ത ഒരു അഡ്വക്കേറ്റിനെയും ഇവിടെ വാദിക്കാൻ അനുവദിക്കരുത്. കോടതിയുടെ പ്രത്യേക പെർമിഷൻ ചോദിച്ചിട്ടാണ് അഡ്വക്കേറ്റ് അഭിരാമി വന്നിരിക്കുന്നത്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. ഈ കേസിൽ ഭദ്ര മഹേന്ദ്രൻ ഒരു സാക്ഷിയായി വിസ്തരിക്കപ്പെടാൻ ആവശ്യപ്പെടാൻ കാരണം? യുവർ ഓണർ, എന്റെ കക്ഷിയായ ഭദ്ര മഹേന്ദ്രനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് സസ്പെൻഷനിലായ ഓഫീസർ ശ്രീറാം ഇപ്പോൾ നേരിടുന്നത്. സ്വാഭാവികമായും ഈ കേസിന്റെ വാദത്തിൽ എതിർഭാഗം എന്റെ കക്ഷിയെ ട്രാപ്പ് ചെയ്യുമെന്ന നിഗമനത്തിലെത്താനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ എന്റെ കക്ഷിക്ക് കോടതിയിൽ എത്താനും ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ മൊഴി കൊടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും അപേക്ഷിക്കുകയാണ്. ഒന്ന് ഡീറ്റെയിൽ ചെയ്യൂ അഭിരാമി. വളരെ സിമ്പിളാണ്. എതിർഭാഗം ആരോപിക്കുന്നത് പോലെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പക്ഷെ അത് എന്റെ കക്ഷി ഭദ്ര മഹേന്ദ്രനെതിരെയും ഈ കേസ് നീതിയുക്തമായി അന്വേഷിക്കാൻ ശ്രമിച്ച പോലീസ് ഓഫീസർക്കുമെതിരെയാണ്. എന്തുകൊണ്ട്? ഓട്ടോപ്സി റിപ്പോർട്ടിൽ വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. ഹൃദയാഘാതമാണ് ട്രീസയുടെ മരണകാരണം. ഒരുപക്ഷെ ഈ അറസ്റ്റ് നടക്കാതെ ട്രീസ സേവ്യർ സ്വന്തം വീട്ടിലെ സ്വന്തം കിടപ്പുമുറിയിൽ കിടന്നാണ് ഉറങ്ങിയതെങ്കിലും അത് സംഭവിക്കുമായിരുന്നു. ട്രീസയുടെ കൊറോണറി ആർട്ടറി കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയിരുന്നു. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണ് മരണകാരണം. ഇറ്റ്സ് എ കേസ് ഓഫ് ക്ലിയർ ഹാർട്ട് ഫെയിലിയർ. പക്ഷേ കടുത്ത മാനസിക സംഘർഷത്തിന് വിധേയമായിരുന്നു മിസ് ട്രീസ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടല്ലോ. സ്വാഭാവികമായും ഒരു കേസിൽ ക്വസ്റ്റ്യനിങ്ങിന് വിധേയമാകുന്ന ഏത് സസ്പെക്റ്റും കടുത്ത മാനസിക സംഘർഷത്തിന് വിധേയമായിരിക്കും. അതിന് പോലീസ് ഓഫീസറെ ക്രൂസിഫൈ ചെയ്യുന്നത് പോലീസ് ഫോഴ്സിലെ ആകെ മൊറേലിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. പക്ഷേ തേർഡ് ഡിഗ്രിയും അതുപോലെ ഇന്ററോഗേഷൻ രീതികളും ഒക്കെ നമ്മുടെ പോലീസിൽ നിന്ന് ഒഴിവാക്കേണ്ട കാലം കഴിഞ്ഞു. യുവർ ഓണർ, ശ്രീറാമിന്റെ മൊഴിയിൽ അത് വ്യക്തമായിട്ടുണ്ട്. അദ്ദേഹം ട്രീസയുടെ ശരീരത്തിൽ തൊട്ടിട്ട് പോലുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുറിവുകളില്ല. വളരെ യാദൃശ്ചികമായി നടന്ന ഒരു മരണത്തിന്റെ പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയാക്കപ്പെടാൻ അനുവദിക്കരുത്. അയാൾ കണ്ടെത്തിയ വിലപ്പെട്ട തെളിവുകളെ നിരാകരിക്കാൻ ശ്രമിക്കരുത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ മാത്രം ആശ്രയിച്ച് ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്തരുത്. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രം പൊക്കിപ്പിടിച്ച് ശ്രീറാമിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന വൃഥാശ്രമമാണത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താ അഭിരാമി? ഓട്ടോപ്സി റിപ്പോർട്ട് ഒരു സയന്റിഫിക് എവിഡൻസ് ആണ്. യാതൊരു മുൻവിധികളോ ഗൂഢലക്ഷ്യങ്ങളോ ഇല്ലാതെ ഒരു ഡോക്ടർ തയ്യാറാക്കിയ ഡോക്യുമെന്റ്. ഈ കേസിൽ സോളിഡായ തെളിവുകളെ മാത്രം മുൻനിർത്തി വേണം ഒരു തീരുമാനമെടുക്കാനെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. മീഡിയ ഹൈപ്പിനും ഫേസ്ബുക്ക് പ്രചരണങ്ങൾക്കും അപ്പുറം നിയമത്തിനും കോടതിക്കും മാത്രം കണ്ടെത്താൻ കഴിയുന്ന ഒരു യഥാർത്ഥ സത്യമുണ്ട്. ആ സത്യത്തെ കണ്ടെത്താനാണ് കോടതി ശ്രമിക്കേണ്ടതെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പുത്രൻ എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സൈമൺ പണിക്കർ പറഞ്ഞ കമന്റുകൾ വളരെ ഗൗരവമേറിയതാണ്. പുത്രൻ എന്താ പറയാനുള്ളത്? യുവർ ഓണർ, എന്റെ വാദം വളരെ ക്ലിയറാണ്. ബഹുമാനപ്പെട്ട കോടതിയാണ് ട്രീസയും വിശാഖിനെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടത്. അതേ പോലീസ് കസ്റ്റഡിയിലാണ് ട്രീസ മരിച്ചു കിടന്നതും. ധാർമ്മികമായ ഉത്തരവാദിത്തം വയ്ക്കോട്ടെ. ഇവിടെ ഇപ്പം തെളിവുകളെല്ലാം ശ്രീറാമിനെതിരാണ്. സമർപ്പിക്കപ്പെട്ട കുറ്റപത്രം സ്വമേധയാ തെറ്റാണെന്നും പറഞ്ഞ് കോടതി തന്നെ കേസ് അന്വേഷിക്കാൻ പുനരനുവാദം കൊടുത്തിട്ടും ഇത്ര നാളായിട്ടും അന്വേഷണം വഴിതെറ്റിക്കുക മാത്രമാണ് ശ്രീറാം ശ്രമിച്ചത്. അതിലൊക്കെ ഉപരി ഈ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ ട്രീസയുടെ മരണത്തിലാണ്. ശ്രീറാം ചെയ്തു വച്ചിരുന്ന പലതും തെറ്റായിരുന്നെന്ന് സ്ഥാപിക്കാൻ പുതിയ ഓഫീസർ ഡിവൈഎസ്പി സൈമൺ പണിക്കരുടെ വാക്കുകൾ മാത്രം മതി. വിശാഖനെ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പണ്ട് ഏതോ ഒരു കേസിൽ അകപ്പെട്ടു എന്ന് കരുതി
ഇനിയും ഒരു ക്രിമിനലിന്റെ ഇമേജ് ഫിക്സ് ചെയ്ത് കൊടുത്ത് നശിപ്പിക്കരുതെന്നാണ് എനിക്ക് കോടതിയോട് അപേക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് ഈ വിശാഖ് സുബ്രഹ്മണ്യത്തിന് ജാമ്യം അനുവദിക്കണമെന്ന് ഞാൻ കോടതിയോട് വിനീതമായി അപേക്ഷിക്കുന്നു. വിശാഖ് സുബ്രഹ്മണ്യത്തിനെതിരെ കണ്ടെത്തിയ തെളിവുകൾ വളരെ ഗൗരവമേറിയതാണ്. എങ്കിലും ജാമ്യം നിഷേധിക്കുന്നതിന് മതിയായതല്ല എന്ന് കോടതി കരുതുന്നു. വിശാഖ് സുബ്രഹ്മണ്യത്തിന് 2 ആൾ ജാമ്യത്തിലും 1 ലക്ഷം രൂപയ്ക്കും ജാമ്യം നൽകാൻ കോടതി ഉത്തരവിടുന്നു. മുൻ ഡിവൈഎസ്പി ശ്രീറാം ചന്ദ്രശേഖരന്റെ അന്വേഷണ രീതികളെപ്പറ്റി ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സൈമൺ പണിക്കർ പറഞ്ഞ കമന്റുകൾ വളരെ ഗൗരവമേറിയതാണ്. സത്യാവസ്ഥ കണ്ടെത്താൻ ട്രീസ സേവ്യർ കേസിന്റെയും ജൂഡ് സേവ്യർ കേസിന്റെയും പൂർണ്ണമായ ചുമതലകൾ സൈമൺ പണിക്കർക്ക് കൈമാറിയ സർക്കാരിന്റെ നടപടി കോടതി ശരിവയ്ക്കുന്നു. അഡ്വക്കേറ്റ് അഭിരാമിയുടെ ആവശ്യപ്രകാരം ഈ കേസിന്റെ തുടർ വിചാരണയിൽ ഭദ്ര മഹേന്ദ്രനെ ഒരു സാക്ഷിയായി വിസ്തരിക്കാനുള്ള അനുവാദവും ഈ കോടതി നൽകിയിരിക്കുന്നു. ഇറങ്ങാം. സുരേഷ്, ഈ അഭിരാമി അങ്ങനെ വന്ന് ചാടി ഇതിനിടയിൽ വന്നതല്ല, വരുത്തിയതാണെന്ന് മനസ്സിലായില്ലേ? ശ്രീറാമിന്റെ ആളാ, ശ്രീറാം കൊണ്ടുവന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഭദ്രയ്ക്ക് വാദിക്കാൻ വന്ന വക്കീല് അവന്റെ കൊട്ടേഷൻ. ഭദ്രയും ശ്രീറാമും തമ്മിലുള്ള ഇരിപ്പ് വശം ഇപ്പം പിടികിട്ടിയോ? ഇപ്പൊ എല്ലാവർക്കും ഉറപ്പായേ. ഒന്ന് കരുതിയിരുന്നു, അവർ സുപ്രീം കോടതിയിൽ വലിയ ലോയറാ. എന്തായാലും എനിക്കൊത്ത ചണ്ടിയല്ല. ട്രീസ മുക്കിയിട്ട് ഞാൻ മുള്ളിയിട്ടില്ല. പിന്നല്ലേ ഇവള്. ഇനി എന്ത് വിശ്വാസത്തില്ല? ആരെ വിശ്വസിച്ചാ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കണ്ടേ? ഇനി വല്ല കുഴിയിലും പെട്ടതാ. ട്രീസ വക്കീലിനെ വെച്ചായിരുന്നല്ലോ എന്ത് പറ്റിയാലും നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞത്. ഇപ്പൊ അവര് പോയില്ലേ? ഇപ്പൊ നീ പുറത്തിറങ്ങിയത് അവളുടെ സഹായം ഇല്ലാതല്ലേ? അപ്പോ നിനക്ക് ട്രീസയുടെ സഹായം ഇല്ലാതെയും പുറത്തിറങ്ങാം. പുറത്തിറക്കിയില്ലേ ഞാൻ? ആൾജാമ്യത്തിന് ആൾജാമ്യം, പൈസയ്ക്ക് പൈസ, എല്ലാം ഞാൻ ഇറക്കിയില്ലേ? ട്രീസ വക്കീൽ എങ്ങനെ മരിച്ചത്? ആങ്ങളയ്ക്കും പെങ്ങൾക്കും കൂടി ഈ ലോകത്തൊരിക്കലും ജനിക്കരുതാത്തൊരു കുഞ്ഞുണ്ടാകാൻ കാരണം നിങ്ങളാ. സ്വന്തം മകളെ പാപത്തിന്റെ കടലിൽ കൊണ്ട് തള്ളിയത് നിങ്ങൾ. ട്രീസ വക്കീൽ എങ്ങനെ മരിച്ചത്? അവള് തീർന്നത് കൊണ്ടല്ലേ നീ ഇപ്പൊ പുറത്തു വരാൻ കാരണം? അല്ലെങ്കിൽ ആയുഷ്കാലം നീ അകത്ത് കിടക്കേണ്ടതല്ലേ? ആ മെമന്റോ ആയിട്ടാ നീ അകത്തായത്. അത് നീ മറക്കണ്ട. ഓ, അപ്പൊ നിങ്ങളുടെ കൊട്ടേഷൻ തന്നെ. അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ച് ക്യാമ്പിൽ അവരെ കയറി തീർക്കണമെങ്കിൽ അതാരാ പുതിയൊരു കൊട്ടേഷൻ? നീ ആളുമെടുക്കനാ. എന്തായാലും സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് കരുതുക. ഇല്ലെങ്കിൽ എന്നെയും നിന്നെയൊക്കെ പൂട്ടാനുള്ള പ്ലാനുകളാണ് അവൾ തയ്യാറായിക്കൊണ്ടിരുന്നത്. അവൾ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ആ വാതിലിൽ കൂടെ ഞാൻ അകത്തോട്ട് കയറിയേനെ. ഇപ്പം നീ പുറത്തിറങ്ങിയത് കണ്ടില്ലേ? അതാ ബുദ്ധി. ആ, ഇപ്പൊ എന്താ കാര്യം അത് പറ.
കാര്യം നിസ്സാരം. നിനക്കതൊരു വിഷയമേ അല്ല. വെറും 2 മാസം പ്രായമുള്ളൊരു കൊച്ചു കുഞ്ഞിനെ അതിൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് കൊത്തിപ്പറക്കി ഇഞ്ഞ് കൊണ്ടുവരണം. അവരാരും അറിയരുത്. മനസ്സിലായോ? ആ ആരാ, എന്താ, എവിടാ, ഇതൊക്കെ അറിയണ്ടേ? എന്നെ കൊണ്ട് കുരുക്കാനാവെന്ന് അറിയണ്ടേ? നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നിനക്കറിയാത്തൊന്നുമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. നീ എനിക്ക് അങ്ങനെ ഒരു കൊട്ടേഷൻ കൊണ്ടേയല്ല. ഞാൻ പറയാം, നടക്ക്, വാ. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ജീവിതത്തിൽ ഇനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങളാരാന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാം. ആങ്ങളയ്ക്കും പെങ്ങൾക്കും കൂടി ഈ ലോകത്തൊരിക്കലും ജനിക്കരുതാത്തൊരു കുഞ്ഞുണ്ടാകാൻ കാരണം നിങ്ങളാ. സ്വന്തം മകളെ പാപത്തിന്റെ കടലിൽ കൊണ്ട് തള്ളിയത് നിങ്ങളാ. നിങ്ങളുടെ മകള് തടഞ്ഞ പിന്നെ ജീവിച്ചിരിക്കില്ല. ആദ്യം അവള് നിങ്ങളെ വന്ന് വകവരുത്തും, എന്നിട്ട് അവള് സ്വയം തീരും. അങ്ങനെ അവൾ ചെയ്യൂ. അതുകൊണ്ട് ഞാനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചു. എനിക്കിനിത് മനസ്സിൽ കൊണ്ട് നടക്കാൻ വയ്യ. രവീന്ദ്രനല്ല, എന്റെ ജോണച്ചാനായിരുന്നു നിങ്ങളുടെ കാമുകരെന്ന് ഞാൻ പറയാൻ പോവാ. ഞാൻ തുറന്നു പറയാൻ പോവാ. കേക്കട്ടെ അവൾ എന്റെ വായിന്ന്, കേക്കട്ടെ അവള്. സേവിച്ച പ്ലീസ്, ദയവ് ചെയ്ത് പറയരുത് അവളോട്. അവളിത് അറിയരുത്. അവളിത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനിതൊക്കെ അനുഭവിച്ചത്. ഇത്രയും തീ തിന്ന് ജീവിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു. അവൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. പ്ലീസ്. വേണ്ട. എന്തിനാ അവൾ ജീവിക്കുന്നേ? എനിക്കും എന്റെ കുടുംബത്തിനും ഇല്ലാത്ത ജീവിതം അവൾക്കെന്തിനാ? അവൾ തീരട്ടെ, തീരണം അവള്. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അരുത്. അവള് ഞാനങ്ങനെ ചെയ്യണ്ടായെങ്കിൽ, നെഞ്ചു പൊട്ടി നിങ്ങളുടെ മകള് സ്വയം തീരണ്ടായെങ്കിൽ നിങ്ങൾ പോയി അവളെ വിളിച്ചോണ്ട് വാ. അവളെയും കുഞ്ഞിനെയും ഇവിടെ വിളിച്ചോണ്ട് വാ. ബാക്കിയൊക്കെ എനിക്ക് വിട്. ഞാൻ നോക്കിക്കോളാം ആ കുഞ്ഞിന്റെ കാര്യം.